Hi dears, welcome back to Fashion Week Designs. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ കാറ്റലോഗ് ആണ് കാണാൻ പോവുക. ലിനൻ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വേരിയന്റ് ആണ് യൂസ് ചെയ്തേക്കുക. യോക്ക് പോർഷനിൽ ഇതുപോലെ ക്യൂട്ട് ആയിട്ട് ഇതുപോലെ ഒരു ലേസ് ബോർഡർ അറ്റാച്ച് ചെയ്തേക്കുന്നു ഫ്രണ്ടിൽ. എന്നിട്ട് ബാക്കി പോർഷൻസ് ഫുള്ളും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് ഓൾ ഓവർ ചെയ്തിട്ടുണ്ട്. നല്ല ലൈറ്റ് ആയിട്ടുള്ള ഡാർക്ക് അല്ല, നല്ല കളർഫുൾ ആയിട്ട് നിൽക്കുന്ന ടൈപ്പ് കളർ ഷെയ്ഡ്സ് ആണ് ഇതിൽ ഫുള്ളും അഡപ്പ് ചെയ്തേക്കുക. 5 ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. സോ ഇതിന് നല്ല ലെങ്ത്തും വിഡ്ത്തും ഉണ്ടല്ലേ, നല്ല വിഡ്ത്തും ഉണ്ട് ഫാബ്രിക്. അതുപോലെ അതിൻ്റെ തന്നെ സ്റ്റൈലിൽ അത്രയും ഹെവി ആയിട്ട് തന്നെ ആ ഒരു വിഡ്ത്തും ലെങ്ത്തും വരുന്നുണ്ട്. ഇതുണ്ടോ, നല്ല കോമ്പിനേഷൻസിൽ ചെറിയ ഫ്ലവർ വർക്ക്സ് ആണ് ഓൾ ഓവർ സ്പ്രെഡ് ചെയ്തത്. എന്നാൽ തന്നെ കുറച്ചുകൂടെ പ്രീമിയം ലുക്ക് കിട്ടാനായിട്ട് യോക്ക് പോർഷൻ വന്നിട്ട് ഇതുപോലെ ഒരു പ്രീമിയം ലേസ് അറ്റാച്ച്മെന്റ് കൊടുത്തേക്കുന്നു. ദുപ്പട്ടയും നല്ല അടിപൊളിയാണ്. ഇതുണ്ടോ, സിമ്പിളായിട്ട് വന്നിട്ട് 4 ബോർഡേഴ്സും ഈ ഒരു സെയിം പ്രീമിയം ലേസ് ബോർഡർ അറ്റാച്ച് ചെയ്തേക്കുവാണ്. വേറെ വർക്കിൻ്റെ ആവശ്യമില്ല. ടോപ്പിൽ ഫുള്ളും വർക്കാണ്. അതുകൊണ്ട് മെച്ചപ്പ് ആവുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഇത് സോഫ്റ്റ് നെറ്റ് കോട്ട ഫാബ്രിക് ആണ് ദുപ്പട്ടയിൽ യൂസ് ചെയ്തേക്കുക. സോഫ്റ്റ് ആയിട്ട് തന്നെ കിടക്കും. എന്നിട്ട് നല്ല ഹെവി ആയിട്ട് 4 ബോർഡേഴ്സ് ചെയ്തേക്കുന്നു. സോ ഇതാണ് അടുത്ത ഷെയ്ഡ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന നല്ല തെളിച്ചുള്ളൊരു ലെവൻഡറിൻ്റെ ഷെയ്ഡാണ്. പക്ക ലെവൻഡർ അല്ല, കുറച്ചൊരു വയലറ്റ് മിക്സ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു. നല്ല കളർ ഷെയ്ഡ്, സെയിം പാറ്റേൺ. ഈ ഫ്ലവർ കോമ്പിനേഷൻ എല്ലാത്തിലും സെയിം തന്നെയാണ്. ഇങ്ങനെയാണ് എൻ്റെ യോക്ക് വന്നേക്കുക. ദുപ്പട്ട ഇതുണ്ടോ, ഇത് എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമാവും. സോഫ്റ്റ് ആണ്. 4 ബോർഡേഴ്സും പ്രീമിയം ലേസ് അറ്റാച്ച് ചെയ്തേക്കുന്നു. ബാക്കി പോർഷൻസ് പ്ലെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നു ദുപ്പട്ടയിൽ. ടോപ്പ് ഫുള്ളും വർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദുപ്പട്ടയിൽ അധികം വർക്കിൻ്റെ ആവശ്യം വരുന്നില്ല. ആ ഒരു ലുക്ക് കിട്ടാനായിട്ട് രണ്ടും കൂടെ ഒരേപോലെ ആകുമ്പോൾ തന്നെ ഒരു അത്രയും ഹെവി വേണ്ടല്ലോ. ദുപ്പട്ട ഹെവി ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുക. ബോർഡേഴ്സ് പ്രീമിയം ആക്കിയിരിക്കുന്നു. 1195 ആണ് പ്രൈസ്. സോ അപ്പോൾ അതിലെ അടുത്ത ഷെയ്ഡ് ഈ ഒരു കൈൻഡ് ഓഫ് ഗ്രീനിഷ് യെല്ലോ ആണ്. വീഡിയോയിൽ ചിലപ്പോൾ ഇതിന് ഈ കളറിന് ചേഞ്ച് ഉണ്ടായിരിക്കും. അതായത് രണ്ടും ഒരേപോലെ ഈക്വലി ഹൈലൈറ്റഡ് ആണ്. വെട്ടം അടിക്കുമ്പോൾ നമുക്കൊരു യെല്ലോ ഹൈലൈഷൻ, ആ ഒരു ലെമൺ കളർ ടോൺ കയറി വരുന്ന കാണാം. അല്ലെങ്കിൽ നോക്കുമ്പോൾ നമുക്കൊരു ഗ്രീൻ്റെ കോമ്പിനേഷനിലാണ് വരുന്നത്. ഇതാണ് ദുപ്പട്ട. യെല്ലോയിഷ് ഗ്രീൻ കളർ. നല്ലൊരു ബഡ്ജറ്റ്, എന്നാൽ ഒരു ഫങ്ഷൻ വെയർ ആയിട്ടും അല്ലാതെയാണേലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിനൻ വേരിയൻ്റ് ആണ് യൂസ് ചെയ്തേക്കുക. ദുപ്പട്ട സോഫ്റ്റ് നെറ്റ് കോട്ട പ്രീമിയം സ്റ്റൈലിൽ വരുന്ന ലേസ് പാറ്റേൺ ആണ് 4 ബോർഡേഴ്സിലും ചെയ്തേക്കുക. സോ ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കളർ ഷെയ്ഡാണ്. അതായത് ഒരു ഒണിയൻ റെഡ് എന്ന് പറയാം. ഒണിയൻ റെഡിൻ്റെ ഇച്ചിരി ലൈറ്റ്, വീഡിയോയിൽ വളരെ പേസ്റ്റിലായിട്ടാണ് വരുന്നത്. ഇച്ചിരി ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡാണ്. നല്ല കളർ ഷെയ്ഡാണ്. ഇതിലെല്ലാം നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സ് ആണ്. അതിൽ ഓഫ് വൈറ്റ് മാത്രമാണ് വലിയ കളർ ഇല്ലാതെ, ബാക്കിയെല്ലാം നല്ല കളർ ടോൺസ് ആണ് ചെയ്തേക്കുക. ഇതൊക്കെ പൊളിയായിട്ടുള്ള കളർ ഷെയ്ഡ് തന്നെയാണ്. ഇതാണ് എൻ്റെ ലുക്ക് വന്നേക്കുക. സെയിം പാറ്റേൺ ഓൾ ഓവർ. ടോപ്പിൽ ഫുൾ ഇങ്ങനെ എംബ്രോയിഡറി വർക്ക്സ് സ്കാറ്റർ ചെയ്യുന്നുണ്ട്. യോക്കിൽ ഇതുപോലെ പ്രീമിയം ലേസ് വർക്ക്. ദുപ്പട്ട 4 ബോർഡേഴ്സിലും ലേസ് വർക്ക്. ഇത് ഒരു ബ്ലൂവിഷ് ഗ്രീൻ ആണ്. ചെറിയൊരു ഗ്രീൻ്റെ ഹൈലൈഷനും കൂടെ ഉണ്ട്. എന്നാലും നല്ല കളർ ഷെയ്ഡാണ്. ഇതെല്ലാം നല്ല ഫാസ്റ്റ് മൂവിങ്. ഇതിന് ഇച്ചിരി തെളിച്ചുണ്ട്. ബ്ലൂവിഷ് ഗ്രീൻ എന്ന് പറഞ്ഞാലും ഇച്ചിരി അത്രയും ഡാർക്ക് അല്ല, ഇച്ചിരി ലൈറ്റായിട്ട് നിൽക്കുന്ന, എന്നാൽ നല്ല തെളിച്ചുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഫാബ്രിക്കിൻ്റെ സ്പെഷ്യാലിറ്റി കൊണ്ടായിരിക്കും. ലിനൻ വേരിയൻ്റ് ആണ് യൂസ് ചെയ്തേക്കുക. ഡൾ സാൻഡൂൺ ആണ് ഇതിൻ്റെ ബോട്ടം ഫാബ്രിക് വന്നേക്കുക. ദുപ്പട്ടയും നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് 1195 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.